ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളൊക്കെ ഇടിച്ചക്കത്തോരൻ പല രീതിയിലും വെക്കുന്നവരായിരിക്കും അല്ലേ? ഞാനിന്ന് വളരെ സിമ്പിളായി എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കത്തോരനാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഈ രീതിയിൽ തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഇടിച്ചക്ക കിട്ടുമ്പോഴൊക്കെ ഈ രീതിയിൽ നിങ്ങൾ തോരൻ ഉണ്ടാക്കും തീർച്ച. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഹെൽത്തിയായ ഇടിച്ചക്കത്തോരൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഇടിയഞ്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പകുതി ഞാൻ എടുക്കണുള്ളൂ. പകുതി ഇടിയഞ്ചക്ക എടുത്ത് തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. നുറുക്കിയ ഇടിയഞ്ചക്ക കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിക്കാറ്, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇത് വെള്ളമൊക്കെ തിളച്ചു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വേവട്ടെ. ഞാൻ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്തു, വെള്ളമൊക്കെ ഒരുവിധം വറ്റി. അപ്പോൾ ഇനി ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം ചതച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞപ്പോൾ ഇടിച്ചക്ക ഞാൻ നന്നായി ചതച്ചെടുത്തു. ഇനി തോരൻ ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു. തോരനിലേക്ക് 3/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ അരി. അത് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. 3 വലിയ ഉണക്കമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിൽ എരിവിന് വേണ്ടി ഈ ഉണക്കമുളക് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉണക്കമുളക് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിലധികം നാളികേരം ഉണ്ടാവും. ഇതിൽ നാളികേരമൊക്കെ നന്നായി ചേർക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. തോരൻ വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ അരിമണി ഇട്ട് കൊടുക്കാം. അരിമണി ഇങ്ങനെ പൊട്ടി വരും. അരിമണിയെല്ലാം പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പ്. അരിമണിയും ഉഴുന്നുപരിപ്പൊക്കെ നല്ല ചുവപ്പ് കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരിമണിയും ഉഴുന്നുപരിപ്പൊക്കെ നല്ല ചുവപ്പ് കളറായി തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് ഇടിച്ചക്ക ചതച്ച് വെച്ചത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് യോജിപ്പിക്കാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ. ഇനി നാളികേരം നന്നായിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇതൊന്ന് ആവി കയറി ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയാൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണിത്. ഇടിച്ചക്ക തോരൻ നിങ്ങളൊക്കെ പല രീതിയിലും ഉണ്ടാക്കാറുണ്ടാവും അല്ലേ? ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്, ഹെൽത്തിയുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.